ടീച്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം വിഷുവിൻ്റെ തലേ ദിവസത്തെ കണി വെപ്പിലാണ് നമ്മൾ വീഡിയോ ഇന്ന് സ്റ്റാർട്ടിങ് കേട്ടോ. അന്നേരം കണി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം ഞാൻ ടൗണിലൊക്കെ പോയി വന്ന് പിന്നെ കുറേ അലർച്ചിലറ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നു. ഒരു തുണിയൊക്കെ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. തുണിയൊക്കെ എടുത്തിട്ട് വന്ന് നെയ്റ്റിയൊക്കെ അടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ. കിടക്കുന്നതിന് മുന്നെയാണ് കണീൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. അന്നേരം മക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിട്ട് കിടന്നോളുണ്ട്, ഇപ്പോൾ ഈ കണി വെക്കുന്നത് നിങ്ങൾ എന്തായാലും കാണണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം വീഡിയോ അവരൊന്ന് എടുത്ത് തന്നിട്ട് ഞാൻ അവരെ കിടക്കാൻ വിട്ടു കേട്ടോ. കുഞ്ഞാപ്പൂ ശ്യാമാട്ടനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പൂക്കുട്ടി കുറേ കച്ചറ കളിച്ചു കേട്ടോ. ഇട്ട് പോയി കിടന്നുറങ്ങിയതാണ്. പിന്നെ രാവിലെ നമ്മളെ കണിയൊക്കെ വെച്ച് എല്ലാവരും കണിയൊക്കെ കണ്ട് ഇതാണ് നമ്മളെ കണി ലാസ്റ്റ് ഇങ്ങനെയാണ് ഇട്ടുള്ളത്. എല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്നേരം പിന്നെ അങ്ങനെ സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഫുൾ വീഡിയോസ് ആയിരുന്നു കേട്ടോ. പിന്നെ പിറ്റേന്ന് നമ്മളെ വിഷുവിൻ്റെ അന്ന് നമുക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു ബിരിയാണി മസാലേൻ്റെ അതേ ഒരു രീതിയിലാണ് നമ്മളിന്ന് മസാല ഉണ്ടാക്കുന്നത്. ഒന്ന് ദമ്മിട്ട് കഴിഞ്ഞാൽ ബിരിയാണി ആകാം. ബിരിയാണി മസാലയും കൂടെ ഉണ്ടെങ്കിൽ അന്നേരം ഒരു പരീക്ഷണാടിസ്ഥാനം അങ്ങനെ പോയി അല്ലെങ്കിൽ കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് പറ്റിയാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ മെയ്യിൽ കുഞ്ഞാപ്പുക്കുട്ടീൻ്റെ പിറന്നാൾ വരുന്നുണ്ട്. പൊന്നൂസിൻ്റെയും കുഞ്ഞാപ്പൂൻ്റെയും കൂടെ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ വിചാരിച്ചു. ഓരോ ദിവസത്തെ വ്യത്യാസമുള്ള രണ്ടാളെ ബർത്ത്ഡേ. പിന്നെ ഞാൻ നെയ്ച്ചോറിനുള്ള ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് പുറത്ത് കൊണ്ടുവച്ചാണ്. എല്ലാം ഗ്യാസിൽ വെച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് പുറത്ത് തീ ഉള്ളതുകൊണ്ട് പുറത്തേക്ക് വന്നാൽ കേട്ടോ. ചക്കരകത്ത് ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കുഞ്ഞാപ്പുക്കുട്ടി തൈലേ നടക്കുന്നത്. അവർ വീട്ടിലിരുന്ന ഡ്രസ്സാണ് ഇട്ടേക്കണം. എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ എന്നിട്ട് വേറെ ഇട്ടിട്ടില്ല. ചൂടൊക്കെ അല്ലാണ്ട് വീട്ടിലിരുന്ന ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. മൂന്നാൾക്കും വീട്ടിലിടാൻ ഓരോ ജോഡി. കാരണം പുറത്ത് എവിടേക്കും പോകുന്നൊന്നുമില്ല. പിന്നെ അടുത്ത മാസം നമുക്ക് കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നേരം പുതിയത് ഇടാമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന ഡ്രസ്സാണ് കേട്ടോ എല്ലാവരും ഇട്ടേക്കണത്. കുഞ്ഞാപ്പൂക്കുട്ടി ഞാൻ അവിടെ വറുത്ത് വെച്ച മുന്തിരിയും ചിക്കനും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്നോരോന്ന് ടേസ്റ്റ് ചെയ്തും കൊണ്ട് ആളിങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ശ്യാമാട്ടൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അക്വേറിയൊക്കെ ഒന്ന് വൃത്തിയാക്കലായിരുന്നു കേട്ടോ. ശ്യാമാട്ടൻ്റെ പരിപാടി അങ്ങനെ നമ്മൾ അടുക്കളയിൽ വന്ന് സഹായിക്കുന്ന പരിപാടിയൊന്നും ആൾക്കില്ല കേട്ടോ. വെജാണെങ്കിലും അങ്ങനെയൊന്നും വന്ന് സഹായിക്കത്തൊന്നുമില്ല. ആൾക്കതൊന്നും വലിയ എന്താ പറയുക ഒരു ശീലമല്ല. ഞാൻ തന്നെ ചെയ്യലാണ്. എങ്ങനെയായാലും ഞാനൊരു 10-11 മണിയാകുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഫുഡൊക്കെ റെഡിയാക്കും കേട്ടോ. വെജാണെങ്കിലും നോൺ വെജാണെങ്കിലും ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ സംഭവങ്ങളൊക്കെ റെഡിയാകും. കാരണം ഞാൻ 4 മണിക്കൊക്കെ കണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാറില്ല കേട്ടോ. അങ്ങനെ പണിയെടുത്ത് അങ്ങ് പോകും. പിന്നെ എനിക്ക് കിടന്ന് ഉറക്കം വരത്തില്ല. പിന്നെ നമ്മളെ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു. ഞാനിത് നമ്മളെ ഉള്ളി വറുത്ത എണ്ണയിൽ തന്നെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ മൂപ്പിച്ചെടുത്തായിരുന്നു. അതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മളെ തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 ചെറിയ തക്കാളി മിക്സിയിലിട്ട് അടിച്ചെടുത്തു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുത്തു കേട്ടോ. ആ തക്കാളീൻ്റെ പച്ചമണവും കൂടെ ഒന്ന് പോയതിന് ശേഷം ആ പൊടിയും കൂടെ ഇട്ട് ഒന്ന് യോജിപ്പതിന് ശേഷം ആവശ്യത്തിന് വെള്ളം, അത്ര തോനെ വെള്ളമല്ല, ഒരു ഗ്രേവി കുറഞ്ഞ രീതിയിലാണ് എടുത്തത്. അങ്ങനെ എടുത്ത് ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് പിന്നെ ഫൈനൽ സ്റ്റേജ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നെയ്ച്ചോറിനുള്ള പരിപാടിയാണ്. അതും ഞാൻ തുടക്കം തൊട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനിതാ ലാസ്റ്റ് അവസാനം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഞാൻ എപ്പോഴും വെക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ തപ്പലും കാര്യങ്ങളും വരും. എന്നാലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആരും ഒരു കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവാണ് കേട്ടോ. വേവ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കറക്റ്റ് വേവൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് അതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളാണ്. പിന്നെ പൊതിനയും മല്ലിയൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഞാൻ നെയ്യ് ഒഴിക്കാണ്ടാണ് ചോറ് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് ഞാൻ ഒന്ന് ഇറക്കി വെച്ചപാട് കുറച്ച് നെയ്യ് ഒഴിക്കണം ലാസ്റ്റ് സ്റ്റേജിലാണ്. കാരണം എനിക്ക് നെയ്യ് ഒഴിച്ചാൽ ഇഷ്ടമല്ല. അത് നെയ്യ് ഒഴിക്കുന്നതിൽ മുന്നേ എനിക്കുള്ള എടുത്ത് വെച്ചിട്ട് ബാക്കിയിൽ നെയ്യ് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ കുറച്ച് ചള്ളാസും കൂടെ എടുക്കുന്നുണ്ട്. ചള്ളാസ് എനിക്ക് നെയ്യിൻ്റെ മണം തീരെ പറ്റില്ല കേട്ടോ. പിന്നെ എൻ്റെ മോളെ അടുക്കളയിൽ ഒന്നും അമ്മേനെ സഹായിച്ചിട്ടില്ല എന്ന് പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ വേണ്ടി ഞാൻ പപ്പടം വറക്കാട്ടോ പറഞ്ഞിട്ട് പപ്പടം വറക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ മോളത്തെ അവസ്ഥയൊന്നും നോക്കണ്ട. ഗ്യാസിൻ്റെ മോളൊക്കെ ജഗപൊഗിയായിട്ടാണ് കിടക്കണത്. ഒക്കെ ഇനി ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യൽ പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 11:30 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് തട്ടിക്കുടഞ്ഞ് അടിച്ച് വരേണ്ട പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുക. ഞങ്ങൾ 12:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് അടിക്കൽ കഴിഞ്ഞു കേട്ടോ. അന്നേരം ഞങ്ങൾ താഴെ പായിട്ടിരുന്നിട്ടാണ് കഴിക്കണം. അമ്മയും കൂടെ ഉണ്ട്. പിന്നെ ഫുഡും കൂടെ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല ക്ഷീണമായി. ഞാൻ കുറച്ച് നേരം കിടന്നു. കുഞ്ഞാപ്പുക്കുട്ടി ഉറങ്ങാണ് കേട്ടോ. ഞാനും കുറച്ച് നേരം അവിടെ കിടന്നു.
അങ്ങനെ കിടന്ന് എന്തപ്പോഴത്തേക്കും അപ്പച്ചനും മക്കളും കൂടെ പടക്കം പൊട്ടിക്കാൻ പോയിട്ടോ. പിന്നെ എവിടെ മനുഷ്യന് സ്വസ്ഥതയിൽ കിടക്കാൻ പറ്റും? അവിടെ ഗുണ്ട് പൊട്ടിച്ചിട്ടും പടക്കം പൊട്ടിച്ചിട്ടും ഒന്നും അറിയാതെ കിടന്ന ഒരാളുണ്ട്, എൻ്റെ കുഞ്ഞാപ്പൂട്ടോ. അത് വോയിസ് ഇടാൻ വരുമ്പോൾ എന്നും കച്ചറയാക്കണമല്ലോ. വന്ന് ഒച്ചപ്പാടുണ്ടാക്കണ്ടേ. ഗുണ്ട് പൊട്ടിച്ചിട്ട് പോലും എൻ്റെ മോൾ അറിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം അച്ഛനും മോളും കൂടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവാണ്. തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ പോവാണ്. അന്നേരം ഞങ്ങളെ കൂടെ വരുന്നില്ല പറഞ്ഞു. ഞങ്ങൾ ഏച്ചീൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കായിരുന്നു കേട്ടോ. അന്നേരം ഇവൾ അങ്ങോട്ട് വരുന്നില്ല, അച്ഛൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞു. അന്നേരം അനിയനും ശ്യാമാട്ടനും കുഞ്ഞാപ്പും കൂടെ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചിയുടെ അടുത്തേക്കും പോവാണ് കേട്ടോ. നേരെ പൊന്നൂസ് മേക്കപ്പ് ചെയ്യണു എന്നിട്ട് ചക്കര പുറകെ ഫോണും കൊണ്ട് നടന്നിട്ടോളെ ശല്യം ചെയ്യാണ് കേട്ടാ. അന്നേരം ഞാൻ പറഞ്ഞു വാതിൽ പൂട്ട് പറഞ്ഞിട്ട് ഇറങ്ങി. കുറേ നേരമായില്ലേ വാതിൽ പൂട്ടുകാരൻ ഇറങ്ങി. വാതിൽ പൂട്ടിയ ഒരാൾ പുറത്ത് കണി വെച്ച കണ്ണാടിയിൽ പോയിട്ട് പോകാൻ നോക്കാട്ടാ. ചക്കര പുറകെ നടന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഓളെ ശല്യം ചെയ്യാണ്. ഉണ്ടാ കണി വെച്ചതിൽ പോയിട്ടുണ്ട്, അവിടെ പോയിട്ടാണ് ഓള് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ചൂടെടുത്തിട്ട് ആകപ്പാടെ സഞ്ചാരം അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴയൊക്കെ മൂടി ഒരു മഴച്ചാറ്റിലൊക്കെ വന്നിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതാ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ്. നേരത്തേക്ക് ഏകദേശം നല്ല തണുപ്പും മഴമൂടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സമയം ഏകദേശം ഒരു 4:30 മണി ആയിട്ടുണ്ട് കേട്ടോ. അന്നേരം അവിടെ പോയിട്ട് രാവിലെ അവർ വന്ന് വിളിച്ച് കുഞ്ഞവർക്കുള്ള കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് പോയതാണ്. അന്നേരം വരണം പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പോകാൻ പറ്റിയില്ല, അവിടെയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ പോയി ഫുഡൊക്കെ അടിച്ച് വന്ന് ഞങ്ങളിതാ നേരെ ഏച്ചി പറഞ്ഞു നമുക്കൊന്ന് നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ഏച്ചി ഉണ്ട്, ഏച്ചീൻ്റെ മൂത്ത മോനും മോൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട്, അനിയത്തീൻ്റെ പിള്ളേരുണ്ട്. എല്ലാവരും കൂടെ ഒന്നിങ്ങനെ നമ്മൾ ആ ഏരിയയിൽ കൂടെ ഒക്കെ ഒന്നിങ്ങനെ നടന്നു വന്നതാണ്. അന്നേരത്തേക്ക് നല്ല തണുപ്പ് വീണു കേട്ടോ. മഴ മൂടി ചാറ്റൽ മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞു. ഈ വഴിയൊക്കെ ഞങ്ങൾ അപൂർവ്വം പോയിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ ഏകദേശം ഈ പാലം വരെ പോയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല, എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഇതിതാ നമ്മളെ പുഴയിലേക്ക് വരുന്ന പുഴയില്ലേ, നമ്മളെ പുഴയിലേക്ക് വരുന്നത്, നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ആ പുഴ വരുന്നതാണ് കേട്ടോ. അതിൻ്റെ അവിടെ നിന്ന് ആ വഴി അങ്ങനെ വരുന്നതാണ് നമ്മളെ വീട്ടിലേക്കുള്ള. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറേ വയലാണ് കേട്ടോ, കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ ഫാക്ടറീൻ്റെ സ്ഥലമാണ് കേട്ടോ. നമ്മൾ പാരീസ് സൺസിൻ്റെ ചായ എസ്റ്റേറ്റ് ഇല്ലേ, അവരുടെ സ്ഥലമാണ്. ഇവിടെ ഫുൾ കാപ്പിയും ഫ്രൂട്ട്സും ആണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ വോയിസ് ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് രാത്രിയിലത്തെ വിശേഷങ്ങളാണ്. പടക്കം മുട്ടുന്നതും കമ്പിത്തിരി ഇറക്കുന്നതൊക്കെ ജഗപോകിയാണ്. കുറേ ഭാഗങ്ങളൊന്നും ഞാൻ വോയിസ് ഇടുന്നില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ കാണട്ടെ, വോയിസിൽ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. അനങ്ങാണ്ടിരുന്ന നിങ്ങൾക്ക് വേറെ കത്തിക്ക, കുട്ടി കത്തിക്കട്ടെ. കുഞ്ഞപ്പുകുട്ടീന്റെ പേടി മാറിയാ? ഇപ്പൊ പേടിയില്ല? പേടി മാറിയാ? നീട്ടി പിടിക്കും, ഇങ്ങനെ കൈ നീട്ടി പിടിക്കും. കുറച്ചും കൂടി കറക്കിക്കൊണ്ടിരിക്കണം, ഇളക്കണോ. കറക്കിയിട്ടില്ലെങ്കിലാണ് കയ്യിലാവുള്ളൂ, കറക്കിയാലാവൂല. കറക്കുമ്പത്തേ കറക്കിയിട്ടില്ല കൈ തെറിക്കോളാം. നീ മെഴുകുതിരി കത്തിക്കണ, മെഴുകുതിരി കത്തിക്ക്. അച്ഛനും കുട്ടിക്കളിയാണ്, അച്ഛൻ ഇതാ കമ്പിത്തിരി കത്തിക്കുന്നത്. അച്ഛൻ കുഞ്ഞു ഭാവിയാണേ അല്ലേ കുഞ്ഞു? അച്ഛൻ കുഞ്ഞു ഭാവിയായില്ലേ? അച്ഛൻ കുഞ്ഞു ഭാവിയായി. അതൊരുത്തൻ കറക്കിയും കൊണ്ടുപോകുന്നു. കുഞ്ഞിന്റെ കഴിഞ്ഞടി, കുഞ്ഞു കൊടുക്കടേ. കുഞ്ഞാപ്പൂന് കത്തിച്ചാ അങ്ങോട്ട് കൊണ്ടാ. കുഞ്ഞാപ്പുകുട്ടി, കുഞ്ഞൂട്ട വാങ്ങിക്കോ, വാ വാടാ. കുഞ്ഞൂട്ട വരുന്നില്ല? ചക്കുനെ കാണില്ല, ചക്കു പൊത്ത പൊങ്ങിയാ. എവിടെ കത്തി?
വല്ലതും കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഫ്ലാഷൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും പടക്കം പോകുന്നതും വാണം പോകുന്നതൊക്കെ കാണിച്ചു തരാം. ഇതാ നമ്മളെ ശ്യാമേട്ടൻ ഇതാ വാണം വിട്ടിട്ടുണ്ട്. ഇതാ പൊട്ടി അമ്മിത്തിരി പോയാ ചുറ്റും പടക്കം പൊട്ടലാണ് കേട്ടോ. ഫുൾ എല്ലാ നാനോ ഭാഗത്തുനിന്ന് പടക്കം പൊട്ടുന്നുണ്ട് കേട്ടാ. എവിടെയാ വീഡിയോ പിടിക്കേണ്ടതെന്ന് തിരിയുന്നില്ല. നമ്മളെ വീട്ടിലല്ല, അയൽവക്കത്തെ വീട്ടിലെ പടക്കം പൊട്ടലാണ്. മുകളിൽ നിന്ന് വണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ മുകളിലുള്ള കണ്ട അടിപൊളി വ്യൂ അടിച്ച എടുക്കണ്ടീ. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ജഗ പുകയായിരുന്നു കേട്ടോ. തീയും പൊരിയും പുകയും മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അവിടുന്ന് ഇവിടുന്നൊക്കെ പരക്ക പൊട്ടലും ചീറ്റലും തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല 8ന്റെ പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് അനിയനാണ് കേട്ടോ, ശ്യാമേട്ടൻ്റെ അനിയനാണിത്. മാലപ്പടക്കം പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. അന്നേരം ഇവിടെ കുറച്ച് വോയിസ് എഫക്റ്റ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വോയിസ് ഇട്ടത്. പിന്നെ നമ്മൾ ഈ മോളിൽ നിന്നാണ് ഈ പടക്കമൊക്കെ പൊട്ടിക്കണം. നമ്മുടെ വീട്ടിൻ്റെ മോൾ ഭാഗത്തു നിന്നാണ്. നമുക്ക് താഴത്ര സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ പടക്കം പൊട്ടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇവിടെയാണ് സുഖം. കാരണം വേറെ നമ്മുടെ വീടിൻ്റെ പ്ലാസ്റ്റിക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നടക്കൂല. അന്നേരം നമ്മൾ എല്ലാ വർഷവും ഇവിടെയാണ് എല്ലാ ഭാഗത്തുനിന്നും പൊട്ടുന്നുണ്ടാവും. അക്കരെ ഇക്കരെ ആയിട്ട് ഫുൾ ഭാഗത്തും അന്നൊരു രാത്രി ഫുൾ ഒരു 12 മണി 1 മണി വരെയൊക്കെ ഫുൾ പടക്കം പൊട്ടലായിരിക്കും. നമ്മളന്ന് ഫുള്ള് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഫുള്ള് പൊട്ടിക്കാതിരുന്നു വെച്ചാൽ ഇതുണ്ട്, ഇവിടെ കുട്ടികൾ കളിക്കുന്ന കളിയുണ്ട്. നിങ്ങൾ ഇരുട്ടത്ത് കുഞ്ഞാപ്പും കുഞ്ഞൂട്ടനും ഫുള്ള് മണ്ണ് മാറ്റലും കമ്പിത്തിരി അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് തപ്പലും ഫുൾ ജഗ്ഗ പൊങ്ങിയായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് എന്താ പറയണ്ട, അവരെവിടെയോ അഴിച്ചു വിട്ടൊരവസ്ഥ, സന്തോഷം, എന്തൊക്കെയാ പറയണ്ടതെന്ന് അറിയാൻ പറ്റില്ല. അതുപോലത്തെ കളികളായിരുന്നു കുട്ടികൾ കളിക്കുന്നത്. അവസാനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അനിയൻ്റെ കൈക്ക് 8ന്റെ പണി കിട്ടിയിട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ വിശ്വസിക്കരുത്, എല്ലാ പടക്കങ്ങളും അപകടം ഉണ്ടാവും പറയുന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ. കറക്റ്റ് നല്ല അടിപൊളി അപകടം തന്നെ നമുക്ക് കിട്ടിയിട്ടോ. ഇത് പൂത്തിരിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഏതാണ് കത്തുന്നതെന്നൊന്നും നമുക്കൊരു പിടി കിട്ടൂല, അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റോക്കറ്റാണ് കേട്ടോ. റോക്കറ്റ് എൻ്റെ കഴുത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെയാണ് കേട്ടോ റോക്കറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. വല്ലാത്തൊരു സംഭവമാണ് ഈ സംഭവം. ഈ വർഷത്തെ പുതിയ സംഭവമാണ് കേട്ടോ ഇത്. ഈ വർഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നാണ് കേട്ടോ അനിയൻ്റെ കൈക്ക് ശരിക്കും പൊള്ളൽ കിട്ടുന്ന സ്ഥലമാണിത്. കാരണം ഇത് പൂത്തിരിയാണ്. പൂത്തിരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പൊട്ടിത്തെറിച്ചിരുന്നു. അന്ന് പിന്നെ വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു പുക മാത്രം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 പേരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പൂക്കുറ്റി പൊട്ടിത്തെറിച്ച് അനിയൻ്റെ 2 കൈ നന്നായിട്ട് പൊള്ളിയിട്ടോ. പെട്ടെന്ന് ഞങ്ങൾ പേടിച്ചു പോയി. പിന്നെ ഇത് അപ്പുറത്തെ വീട്ടിൽ പൂത്തിരി കത്തുന്നി അതും ഇതൊക്കെ സംഭവങ്ങളായിരുന്നു. പിന്നെ കുറേ നേരം ഇതിനെ കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെച്ച് ഇതിനോട് വെച്ച് പറഞ്ഞില്ല വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ താഴെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇത് പടക്കം എടുക്കാൻ പോയതായിരിക്കും വെച്ച് ഇതിനെ കാണില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം മുകളിൽ തന്നെ കാത്തുനിന്നു കേട്ടോ. കാത്തു നിന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവൻ വന്നത്. അന്നേരം നോക്കുമ്പോൾ കൈയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇവൻ അവിടെ കാത്തുക്കുന്ന നേരം കൊണ്ട് അവിടെ കുട്ടികൾ കമ്പിത്തിരി കത്തിക്കലും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിച്ചപ്പോൾ പടക്കം എടുക്കാൻ പോയതായിരിക്കുമല്ലോ, പടക്കം കഴിഞ്ഞിട്ട് എടുക്കാൻ പോയത്. ഇതെന്ന് പറഞ്ഞാൽ 10,000 രൂപേൻ്റെ അടുത്ത് പടക്കം വാങ്ങിക്കും കേട്ടോ. രണ്ടാളും കൂടെയാണ് മേടിക്കുക. ഒരാൾ ഒറ്റയ്ക്കല്ല, രണ്ടാളും കൂടെ മേടിക്കും. ഒരാൾ മേടിക്കണം, ഒരാൾ അങ്ങനെ മേടിക്കില്ല. അങ്ങനെ 2 പേരും മേടിക്കാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കും കേട്ടോ. ഇവിടെ കുഞ്ഞാപ്പുകുട്ടിക്ക് കീ കൊടുത്ത അവസ്ഥയായിരുന്നു കേട്ടോ. കുഞ്ഞാപ്പുകുട്ടിക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ ചാടി ഓടി കറക്കാമല്ലോ. നമ്മളെ വീട്ടിൽ നിന്നാകുമ്പോൾ അത്രയും സ്ഥലമല്ലല്ലോ. അവൾക്ക് നീട്ടി കിട്ടിയ പോലെ കേട്ടോ. ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആ പേടിയെല്ലാം മാറി ആൾ ഫുൾ ആക്റ്റീവായിട്ടോ. പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ബാക്കി കത്തിച്ചത് കേട്ടോ. പിറ്റേ ദിവസം രാത്രി പിന്നെയും കമ്പിത്തിരിയും പടക്കമൊക്കെ ബാക്കിയുണ്ടായിരുന്നു. പിറ്റേ ദിവസം പകലും രാത്രിയൊക്കെ ആയിട്ടാണ് അത് ഏകദേശം തീർത്തെടുത്തത് കേട്ടോ. ഞങ്ങളിവിടെ അല്ലെങ്കിലും വിഷുവിൻ്റെ പടക്ക സംവിധാനങ്ങളും ഒറ്റ ദിവസം കൊണ്ട് തീരലില്ല. കാരണം പിറ്റേ ദിവസം തീരുക 2 ദിവസത്തേക്ക് എങ്ങനെയായാലും പൊട്ടിക്കാനുണ്ടാവും കേട്ടോ. കാരണം ഞങ്ങളെ വിഷു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അന്നേരം ഇനി എല്ലാവരും പടക്കമൊക്കെ മേടിച്ച് പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക. ഞങ്ങൾക്ക് പറ്റിയ പോലെ അപകടങ്ങൾ ഒരിക്കലും പറ്റാതിരിക്കട്ടെ. നിലച്ചക്രം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ്റെ കൈ ഇതുപോലെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിലച്ചക്രം പൊട്ടിക്കുന്നത് നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി ആർക്കും അപകടങ്ങളും സംഭവിക്കാതിരിക്കട്ടെ. ഇത് ലാസ്റ്റ് കലാശക്കൊട്ടാണ്. അന്നേരം ഇത്രയൊക്കെ തന്നെ ഞങ്ങളെ വിശേഷങ്ങളിൽ വിഷു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അത് വിശേഷം ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ബായിയൊക്കെ പറഞ്ഞു വെടിക്കെട്ട് മുഴുവനായിട്ട് എല്ലാരും കണ്ടിട്ട് പോയാൽ മതി കേട്ടാ.